അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വ ആലി കുല്ലിൻ വസ്സഹാബത്തി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, വിശുദ്ധ റമളാനിൻ്റെ 7ാമത്തെ നോമ്പ് അനുഷ്ഠിച്ചുകൊണ്ടാണ് നാം നിലനിൽക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ സുഹൃതങ്ങളും നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. പരിശുദ്ധമായ റമളാനിൽ ഏറെ പ്രാധാന്യത്തോടെ നാം ചെയ്യേണ്ടുന്ന ഒരു അമലാണ്, ഒരു സൽപ്രവർത്തനമാണ് വിശുദ്ധ ഖുർആൻ പാരായണം. കാരണം പരിശുദ്ധ റമളാനിൻ്റെ ഏറ്റവും വലിയ മഹത്വം എന്താണെന്ന് ചോദിച്ചാൽ, പരിശുദ്ധമായ ഖുർആൻ ഇറക്കപ്പെട്ടതാണ് അതിൻ്റെ ഏറ്റവും വലിയ മഹത്വമെന്ന് മഹാന്മാർ അടയാളപ്പെടുത്തിയതായി കാണാം. ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആനു ഹുദൽ ലിന്നാസ്. പരിശുദ്ധമായ റമളാൻ മാസത്തിലാണ് വിശുദ്ധമായ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത്. അതുകൊണ്ട് തന്നെ പരിശുദ്ധമായ റമളാനിൻ്റെ ഏറ്റവും വലിയ മഹത്വം പരിശുദ്ധ ഖുർആൻ അവതരിക്കപ്പെട്ട മാസം എന്നതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഖുർആനിൻ്റെ വാർഷികമാണ് പരിശുദ്ധമായ റമളാൻ. ആ റമളാനിൽ ധാരാളം ഖുർആൻ ഓതാനുള്ള സമയം നാം കണ്ടെത്തണം. പരിശുദ്ധ ഖുർആനിനെ ഹുബ്ബ് വെക്കുന്നവരായി നമ്മൾ മാറണം. മഹാന്മാർ കിതാബിൽ അടയാളപ്പെടുത്തിയതായി കാണാം, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹ്. നിങ്ങളിൽ വെച്ച് ഏറ്റവും മഹത്വമുള്ളവരാരാണ്? അത് ഖുർആൻ പഠിക്കുകയും അതിനെ പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ്. പരിശുദ്ധമായ ഖുർആനിൻ്റെ പാരായണത്തിന് വലിയ മഹത്വം സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. മഹാന്മാർ അടയാളപ്പെടുത്തിയതായി കാണാം, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന വ്യക്തിക്ക് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്താണ്? ബികുല്ലി ഹർഫിൻ അശറ ഹസനാത്ത്. ഓരോ അക്ഷരങ്ങൾ ഉച്ചരിക്കുന്നതിനും അല്ലാഹു നൽകുന്ന പ്രതിഫലം 10 ഹസനത്ത് പ്രതിഫലമാണ്. വിശുദ്ധമായ ഖുർആനിൽ 3.5 ലക്ഷം അക്ഷരമുണ്ട്. ഈ അക്ഷരം വെച്ച് നമ്മൾ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ഒരു അക്ഷരത്തിന് 10 ഹസനത്ത് പ്രതിഫലം അല്ലാഹു നൽകാൻ ഉദ്ദേശിക്കുമ്പോൾ 35 ലക്ഷം അക്ഷരങ്ങൾ 6666 ആയത്തുകൾ നാം പാരായണം ചെയ്യുക വഴി അല്ലാഹു നമുക്ക് നൽകുന്നുണ്ട്. ഇത്രമാത്രം വലിയ മഹത്വമുള്ള പരിശുദ്ധ ഖുർആൻ നാം ധാരാളം ഈ റമളാനിൽ ഓതാൻ വേണ്ടി, പാരായണം ചെയ്യാൻ വേണ്ടി നാം സമയങ്ങൾ കണ്ടെത്തണം. മഹാന്മാര് വലിയ ആവേശത്തോടുകൂടി വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തവരാണ്. സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മഹാനവറുകൾ ഖുർആൻ ഏറെ ഖുശൂഅോടുകൂടി, ഭയഭക്തിയോടുകൂടി പാരായണം ചെയ്ത മഹാനാണ്. മഹാനവറുകൾ ഖുർആൻ ഓതുന്ന സമയത്ത് കിതാബ് രേഖപ്പെടുത്തിയതായി കാണാം, കാനൂ യശുമ്മൂന ഫീ കബദി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റാഹിയത്തൽ കബദിൽ മശ്വി മിൻ ശിദ്ദത്തിൽ ഖൗഫി മിനല്ലാഹ്. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു വിശുദ്ധ ഖുർആൻ ഓതുമ്പോൾ മഹാനവരുടെ കരള് ചുട്ടെടുത്ത വാസന, കരള് ചുട്ടെടുത്തതുപോലെയുള്ളൊരു വാസന മഹാനവരുടെ ചാരത്തുനിന്ന് അതേ അനുഭവിക്കാൻ കഴിയുമായിരുന്നു. മഹാനവറുടെ ഖുശൂഇന്റെ ഭാഗമാണ്, ഭയഭക്തിയുടെ ഭാഗമാണ്. എന്തേ കാരണം? മിൻ ശിദ്ദത്തിൽ ഖൗഫി മിനല്ലാഹ്. അല്ലാഹുവിനോടുള്ള അതിശക്തമായ പേടി കാരണം മഹാനവറുകൾ ഖുർആൻ ഓതുന്ന സമയത്ത് മഹാനവരുടെ ചാരത്ത് നിന്നാൽ ഇങ്ങനെ അനുഭവിക്കുമായിരുന്നു എന്ന് മഹാന്മാർ അടയാളപ്പെടുത്തിയതായി കാണാം. മാത്രമല്ല അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നതായി കാണാം, അസ്സിയാമു വൽ ഖുർആനു യശ്ഫഅാനി ലിൽ അബ്ദി യൗമൽ ഖിയാമ. ഖിയാമത്ത് നാളിന്റെ ദിവസത്തിൽ ഖുർആനും വിശുദ്ധമായ നോമ്പും അടിമക്ക് വേണ്ടി ശുപാർശ ചെയ്യുന്നതാണ്. ആഖിറത്തിൽ വരുന്നുകൊണ്ട് നോമ്പ് അല്ലാഹുവിനോട് പറയുകയാണ്, അല്ലാഹുവേ മനഅതു ത്വആമ വശഹ്വ. ഈ മനുഷ്യൻ ഭൗതികമായ ലോകത്ത് നോമ്പാകുന്ന എന്നെ അനുഷ്ഠിച്ചത് കാരണം അദ്ദേഹത്തിൻ്റെ ഭക്ഷണവും അദ്ദേഹത്തിൻ്റെ വികാരം എനിക്ക് വേണ്ടി അദ്ദേഹം വെടിഞ്ഞിട്ടുണ്ട്. അതുകാരണം ഫശഫ്ഇനി ഫീഹി, ഞാൻ കാരണം അദ്ദേഹത്തിന് ശുപാർശ നൽകണം. അപ്പോഴാണ് വയഖൂലുൽ ഖുർആൻ, വിശുദ്ധ ഖുർആൻ പറയുന്നു, മനഅത്തുൻ നൗമ ബില്ലൈൽ.
അല്ലാഹുവേ, ഖുർആനാകുന്ന എന്നെ പാരായണം ചെയ്തതിന്റെ പേരിൽ രാത്രി ഉറക്കം പോലും ഉപേക്ഷിച്ചുകൊണ്ടാണ് അദ്ദേഹം ഖുർആൻ പാരായണം ചെയ്തത്. അതുകൊണ്ട് ഫശഫ്യഅനി ഫീഹി, ഞാൻ കാരണം അദ്ദേഹത്തിന് റെക്കമെൻഡ് ചെയ്യാൻ, എനിക്ക് അദ്ദേഹത്തിന് വേണ്ടി റെക്കമെൻഡ് ചെയ്യാനുള്ള അനുമതി നൽകണമെന്ന് പരിശുദ്ധ ഖുർആനും നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ പറയുമെന്നാണ്. അപ്പോൾ നാം ഏറ്റവും കൂടുതൽ പാരായണം ചെയ്തത് വിശുദ്ധ ഖുർആനാണെങ്കിൽ ആ ഖുർആൻ നമുക്ക് വേണ്ടി നാളെ റെക്കമെൻഡ് ചെയ്യുകയാണ്. നമ്മൾ അനുഷ്ഠിച്ച നോമ്പ് നാളെ ആഖിറത്തിൽ നമുക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യുകയാണ്. അതുകൊണ്ട് ഖുർആനുമായുള്ള ബന്ധം എപ്പോഴും നമുക്ക് നല്ലതാണ്. മഹാന്മാര് ഹബീബായ തങ്ങൾ പറയുന്നു, ഇഖ്റഉൽ ഖുർആന ഫഇന്നഹു യഅതി യൗമൽ ഖിയാമത്തി ശഫീഅൻ ലി അസ്ഹാബിഹി. ഖുർആൻ ഓതുന്ന ആൾക്ക് വേണ്ടി നാളെ ആഖിറത്തിൽ പരിശുദ്ധ ഖുർആൻ അവനിക്ക് ശുപാർശ ചെയ്യുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹ്. അതുകൊണ്ട് ധാരാളം ഖുർആൻ നാം പാരായണം ചെയ്യുന്നവരായി നമ്മൾ മാറണം. ഖുർആൻ ഓതുന്ന സമയത്ത് മഹാന്മാര് പറയുകയാണ്, നമ്മൾ ചെയ്യുന്ന അമലുകൾ അത് എത്ര കുറവാണെങ്കിലും ചെയ്യുന്ന അമലുകൾ നാം നിത്യമാക്കാനുള്ള ശ്രമം നാം നടത്തണം. ഹബീബായ തങ്ങൾ പറഞ്ഞു, ഖൈറുൽ അഅമാലി അദ്വമുഹാ വഇൻ ഖല്ലാ. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള അമലെന്താണ്? കുറഞ്ഞ അമലാണ് നാം ചെയ്യുന്നതെങ്കിലും നിത്യമായി ചെയ്യുന്ന പ്രവർത്തനങ്ങളിലാണ് അള്ളാഹുവിനിക്ക് ഏറ്റവും ഇഷ്ടം. അതുകൊണ്ട് അള്ളാഹുവിന് ഇഷ്ടമുള്ള രൂപത്തിൽ ചെയ്യുന്ന അമല് അല്പമാണെങ്കിൽ പോലും നിത്യമായി ചെയ്യാനുള്ള കാര്യം നാം ശ്രദ്ധിക്കണം. പരിശുദ്ധമായ ഖുർആൻ, സൂറത്തു യാസീൻ പോലെയുള്ള അധ്യായങ്ങൾ നിരന്തരം നാം ഓതിക്കൊണ്ടിരിക്കണം. ഇന്ന ലികുല്ലി ഷൈഇൻ ഖൽബാ വഖൽബുൽ ഖുർആനി സൂറത്തു യാസീൻ. വിശുദ്ധ ഖുർആനിന്റെ ഹൃദയമാണ് സൂറത്തു യാസീൻ. ആ സൂറത്തു യാസീൻ നാം നിരന്തരം പാരായണം ചെയ്യുന്നവരാകണം. ഖുർആനുമായുള്ളൊരു ബന്ധം നമ്മുടെ ഹൃദയം പ്രകാശിപ്പിക്കുന്നതാണ്. ആത്മാർത്ഥമായി നാം ഖുർആൻ പാരായണം ചെയ്യുകയാണെങ്കിൽ ഇമാം ബുസൂരി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇൻ തത്ലുഹാ ഖീഫതൻ മിൻ ഹർരി നാരിലല്ലാ അത്ഫഅത ഹർറലല്ലാ മിൻ വിർദിഹ ശബിമി. ഒരാൾ നരകാഗ്നിയെ പേടിച്ചുകൊണ്ട്, നരകാഗ്നിയുടെ ചൂട് ഭയന്നുകൊണ്ട് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്താൽ അവന്റെ ഖുർആൻ പാരായണം കാരണം നരകാഗ്നിയെ തണുപ്പിക്കാൻ അവന്റെ പാരായണത്തിന് സാധിക്കുമെന്ന് ഇമാം ബുസൂരി റളിയല്ലാഹു അൻഹു നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഖുർആൻ ഓതാനുള്ള സമയവും സന്ദർഭങ്ങളും നാം ഉപയോഗപ്പെടുത്തി പരിശുദ്ധ റമളാനിന്റെ ഏറ്റവും വിലപ്പെട്ട സമയങ്ങളെ നാം ഖുർആൻ പാരായണത്തിന് തെരഞ്ഞെടുക്കണമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നതായി കാണാം, നമ്മുടെ അമലുകൾക്ക്, നമ്മുടെ ഇബാദത്തുകൾക്ക് തടസ്സം നിൽക്കുന്ന ഏറ്റവും വലിയ ഒരു കാര്യമുണ്ട്. അതേതാണ്? നാം നമ്മുടെ കൈകളിൽ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണുകൾ, മറ്റ് ഇന്റർനെറ്റ് സംവിധാനങ്ങൾ, നമ്മുടെ വീടുകൾ ഉപയോഗിക്കുന്ന നെറ്റ് സംവിധാനങ്ങളൊക്കെ നമുക്ക് നഷ്ടപ്പെടുത്തുന്നത്, അതുവഴി നമുക്ക് നഷ്ടപ്പെടുത്തി കളയുന്നത് ഇനി തിലാവത്തുൽ ഖുർആൻ, ഖുർആന്റെ പാരായണമാണ്. ഖുർആന്റെ പാരായണം നമുക്ക് നഷ്ടപ്പെടുത്തി കളയുന്നതാണ്. അതുകൊണ്ട് ധാരാളം സമയം മൊബൈൽ ഫോൺ പോലെയുള്ള വിഷയങ്ങൾ ഉപയോഗപ്പെടുത്തുന്നതിന് പകരം ധാരാളം സമയം ഖുർആൻ ഓതി ഖുർആനിലോടുള്ള ഹക്ക് വീട്ടുന്ന യഥാർത്ഥമായ വിശ്വാസികൾ നമ്മൾ ഉൾപ്പെടുക. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മുടെ എല്ലാ സുഹൃതങ്ങളും അള്ളാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. CM ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് അള്ളാഹു ഒരുപാട് ഇനിയും പുരോഗതിയിലേക്ക് എത്തിക്കുമാറാവട്ടെ. അതിനുവേണ്ടി അഹോരാത്രം പരിശ്രമിക്കുന്ന എല്ലാ പ്രവർത്തകർക്കും അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ സംരംഭങ്ങളെ സഹായിക്കുന്നവർക്കൊക്കെ അള്ളാഹു ഖൈറും ബർക്കത്തും അഭിവൃദ്ധിയും ഏറ്റി കൊടുക്കുമാറാവട്ടെ. മരണപ്പെട്ടവർക്കൊക്കെ അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഖുർആനിന്റെ റെക്കമെൻഡ് കിട്ടുന്നവരിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.